പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേരള PSCയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ അല്ലെങ്കിൽ IRBയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള PSC ഒഫീഷ്യലായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഗസറ്റ് ഡേറ്റ് കണ്ടല്ലോ നിങ്ങൾ, 3/5/2022 ലാസ്റ്റ് ഡേറ്റ് വരുന്ന 18/5/2022 അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി നമ്പർ നിങ്ങൾ ആദ്യമായിട്ട് ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. 136/2022 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. 136/2022 എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് രജിസ്ട്രേഷൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള പോലീസ് തന്നെയാണ്. പോലീസിൻ്റെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡോ വിങ്ങിലേക്കുള്ള ആപ്ലിക്കേഷനാണ് ഇപ്പോൾ കേരള PSC നിലവിൽ വിളിച്ചിട്ടുള്ളത്. നെയിം ഓഫ് ദ പോസ്റ്റ് നമുക്കറിയാലോ, കേരള പോലീസിലെ നമ്മുടെ IRBയുടെ പോലീസ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. സ്കെയിൽ ഓഫ് പേ വരുമ്പോഴത്തേക്ക് 31,000 രൂപ മുതൽ 66,000 രൂപ വരെയുള്ള പേ സ്കെയിൽ വരുന്ന വേക്കൻസീസ് ആണ് അല്ലെങ്കിൽ ജോബാണ് നമ്മുടെ IRB. അതുപോലെ ഇതിൻ്റെ വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ 198 വേക്കൻസിയും അതുപോലെ തന്നെ ഒരു NCA SCC വേക്കൻസിയും കൂടി നമ്മുടെ IRBയുടെ ഈ ഒരു ആപ്ലിക്കേഷനകത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഏകദേശം 200 വേക്കൻസി അടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് IRBയുടെ ഈ ഒരു എക്സാം എഴുതിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് നമുക്കറിയാലോ, ഡയറക്റ്റ് അപ്പോയിൻമെന്റ് തന്നെയാണ്. ഏജിൻ്റെ കാര്യം നമുക്കറിയാലോ, ഏജിൻ്റെ കാര്യം വരികയാണെങ്കിൽ എല്ലാ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്ലിക്കൻസിന് 18 വയസ്സ് കംപ്ലീറ്റ് ആവണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് കേട്ടോ. ചിലവർക്ക് സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കാര്യം നോക്കുകയാണെങ്കിൽ SSLC അല്ലെങ്കിൽ ഇക്വലന്റ് ആണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, SSLC അല്ലെങ്കിൽ ഇക്വലന്റ് ഉള്ളവർക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? IRBയുടെ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് 167 സെന്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ചെസ്റ്റ് വരികയാണെങ്കിൽ 81 സെന്റിമീറ്ററും അതുപോലെ തന്നെ 5 സെന്റിമീറ്റർ എക്സ്പാൻഷൻ വരണം എന്ന് പറയുന്നുണ്ട്. വിഷ്വൽ സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. നിങ്ങൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്താൽ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള PDF ഞാൻ അതിലേക്ക് കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഐസൈറ്റ്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ, അങ്ങനെ ഒരുപാട് സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനൊരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്റർ ആണ് എൻഡ്യൂറൻസ് ടെസ്റ്റ് വരുന്നത്. ആൾ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്ലൈഡ് will have to undergo endurance test. ആദ്യമായിട്ട് ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ആവും ഉണ്ടാവുക. അതൊരു റോഡ് ടെസ്റ്റ് ആയിരിക്കും, റോഡിലായിരിക്കും നമ്മൾ ഓടേണ്ടത്. 5 കിലോമീറ്റർ 25 മിനിറ്റ് ആണ് കേട്ടോ. 5 കിലോമീറ്റർ 25 മിനിറ്റ് ആണ് ഇതിൻ്റെ ഒരു എൻഡ്യൂറൻസ് ടെസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ എൻഡ്യൂറൻസ് ടെസ്റ്റിന് കൂടി നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനൊരു റിട്ടേൺ OMR ടെസ്റ്റ് ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, 100 മീറ്റർ ഓട്ടം വരുന്നുണ്ട്, 14 സെക്കൻഡിൽ 2 സ്റ്റാർ, കണ്ടല്ലോ 3 സ്റ്റാർ, അങ്ങനെ ഒരു മെത്തേഡിൽ കൊടുത്തിട്ടുണ്ട്. ഹൈ ജമ്പ് വരുന്നുണ്ട്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട്, ക്രിക്കറ്റ് ബാൾ ത്രോ, റോപ്പ് ക്ലൈംബിംഗ്, പുള്ളപ്പ്, ചിന്നിങ്, അതുപോലെ തന്നെ 1500 മീറ്റർ റൺ. അങ്ങനെ ഇതിൽ വരുന്ന ഫിസിക്കൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് ഫിസിക്കൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഈ ഒരു 8 ഐറ്റംസ് ആയിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ റിസർവേഷൻ്റെ കാര്യം പറയുന്നുണ്ട്, ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയുന്നുണ്ട്. 18 മാസത്തെ ട്രെയിനിങ് ആണ് ഇതിനകത്ത് വരുന്നത്. 18 മാസത്തെ ട്രെയിനിങ് ആണ്. അതുപോലെ തന്നെ സ്റ്റൈഫൻഡ് ഉണ്ടാവും, ട്രെയിനിങ്ങിൻ്റെ സമയത്ത് സ്റ്റൈഫൻഡ് ഉണ്ടാവും. പ്രൊമോഷൻ ഉണ്ടാവും. നമ്മുടെ കമാൻഡോ വിങ് ഓഫ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്കായിരിക്കും നിങ്ങളെ അപ്പോയിന്റ് ചെയ്യുക, അതിലേക്കായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തൊരു ബോണ്ട് വരുന്നുണ്ട്, കണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ 5 വർഷം ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 5 വർഷം ഇതിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. അതിലാരെങ്കിലും എന്തെങ്കിലും പിഴവ് വരുത്തണമെങ്കിൽ 50,000 രൂപ എന്ത് ചെയ്യേണ്ടി വരും, അടയ്ക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ 5 വർഷം ജോയിൻ ചെയ്താൽ 5 വർഷം എന്തായാലും ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യൽ അലവൻസ്, സർവീസ് ഏരിയയുടെ കാര്യം, ഏകദേശം ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും എന്ന് വെച്ചാൽ IRBയെ കുറിച്ചുള്ള സകല ഡീറ്റെയിൽസും ഈ ഒരു PDF-നകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 18-ാം തീയതിയാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഉണ്ടല്ലോ, ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ വരുന്നത് 18/5/2022 കേട്ടോ. 22 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ നിന്ന് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ പോലീസിലേക്കൊക്കെ താല്പര്യമുള്ളവരെന്ന് പറഞ്ഞാൽ 5 വർഷത്തേക്ക് ജോലി ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്നുള്ളവർ മാത്രം ഇതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയ നോട്ടിഫിക്കേഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എത്തുന്നതനുസരിച്ച് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായിട്ട് എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വീഡിയോസ് വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുവരുത്തുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ഉടനെ തന്നെ കാണാം. അപ്പോൾ PDF ലഭിക്കുന്നതിനായിട്ട് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.